ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും യുവർ ആവറേജ് മലയാളിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. iOS-ൽ ഫയൽസ് എല്ലാം വളരെ എളുപ്പത്തിൽ ഷെയർ ചെയ്യാൻ വേണ്ടി എയർ ഡ്രോപ്പ് എന്നുള്ള ഒരു ഫീച്ചറുള്ള കാര്യം എല്ലാവർക്കും അറിയായിരിക്കും. പക്ഷെ അങ്ങനെ ഒരു ഫീച്ചർ ആൻഡ്രോയിഡിൽ ഇതുവരെ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എക്സ്റ്റൻഡർ, ഷെയർ ഇറ്റ്, ഗൂഗിൾ ഫയൽസ് ഗോ അങ്ങനെയുള്ള ആപ്സ് ആയിരുന്നു ഇതിനുവേണ്ടി യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഗൂഗിൾ ഇതിനു വേണ്ടി ആൻഡ്രോയിഡിൽ നിയർ ബൈ ഷെയറിംഗ് എന്നൊരു ഫീച്ചർ കൊണ്ടുവരുന്നുണ്ട്. ഇതുവഴി വളരെ എളുപ്പത്തിൽ നമുക്ക് വേറെ ഡിവൈസുകളിലേക്ക് ഫയൽസ് ഷെയർ ചെയ്യാൻ പറ്റും. അതും വൈഫൈ വെച്ച് മാത്രമല്ല, മൊബൈൽ ഡാറ്റ വെച്ചും ഇൻ്റർനെറ്റിൽ കൂടെ നമുക്ക് ഫയൽസ് ഷെയർ ചെയ്യാൻ പറ്റും. ചെറിയ ഇമേജ് പോലെയുള്ള ഫയലുകൾ. ഈ ആപ്പ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് വൈഫൈയും ബ്ലൂടൂത്തും അതേപോലെ ലൊക്കേഷനുമാണ്. ഇത് മൂന്നും യൂസ് ചെയ്താണ് ഇത് അടുത്തുള്ള ഡിവൈസുകളെ കണ്ടുപിടിക്കുന്നത്. ഈ നിയർ ബൈ പ്ലാറ്റ്ഫോം ഗൂഗിൾ ഓൾറെഡി യൂസ് ചെയ്യുന്നതാണ്, ഗൂഗിൾ പേ പോലെയുള്ള ആപ്പുകൾക്ക്. ഇനി ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത് വളരെ സിമ്പിളാണ്. സാധാ പോലെ തന്നെ നമുക്ക് ഷെയർ ചെയ്യേണ്ട ഫയൽ എടുക്കുക, അതിൽ ഷെയർ സെലക്ട് ചെയ്തിട്ട് നിയർ ബൈ ഷെയർ സെലക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് സെൻഡ് ചെയ്യേണ്ട ഡിവൈസ് ഏതാണോ അത് സെലക്ട് ചെയ്യുക. റിസീവ് ചെയ്യുന്ന ഡിവൈസിൽ ഒരു നോട്ടിഫിക്കേഷൻ വരും, അതിൽ അക്സെപ്റ്റ് കൊടുക്കുക, ഫയൽ സെൻഡ് ആവുന്നതാണ്. നിയർ ബൈ ഷെയറിംഗ് ഗൂഗിൾ ക്രോമിലും അധികം വൈകാതെ തന്നെ വരുന്നതാണ്. അത് വന്നു കഴിയുമ്പോൾ നമുക്ക് ഡെസ്ക്ടോപ്പിലേക്കും ഇങ്ങനെ തന്നെ വളരെ എളുപ്പത്തിൽ ഫയൽസ് ഷെയർ ചെയ്യാൻ പറ്റും. നിയർ ബൈ ഷെയറിംഗ് ഇപ്പോൾ ബീറ്റയിലാണുള്ളത്. അത് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗൂഗിൾ പ്ലേ സർവീസസിൽ പോയിട്ട് നിങ്ങൾ ബീറ്റ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യണം. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്ത് കുറച്ച് സമയം കഴിയുമ്പോൾ നിങ്ങൾക്ക് ബീറ്റ അപ്ഡേറ്റ് വന്നിട്ടുണ്ടാവും. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ആ അപ്ഡേറ്റ് ഇൻസ്റ്റാൾ ചെയ്യണം. അത് കഴിഞ്ഞ് നിങ്ങൾ ഏതെങ്കിലും ഫയൽ സെലക്ട് ചെയ്തിട്ട് ഷെയർ കൊടുത്ത് കഴിയുമ്പോൾ അതിൽ നിയർ ബൈ ഷെയറിൻ്റെ ഓപ്ഷൻ കാണും. അല്ലെങ്കിൽ നിങ്ങൾക്ക് APK മെമ്മറിയിൽ പോയി ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ഫോണിൻ്റെ ആൻഡ്രോയിഡ് വെർഷനും നോക്കി കറക്റ്റ് വെർഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നു. ഇത് എല്ലാ ഡിവൈസുകളിലും ഇപ്പോൾ വർക്ക് ചെയ്യണമെന്നില്ല, ചില ഡിവൈസുകളിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇങ്ങനത്തെ കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്